അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27 വ്യാഴാഴ്ച. 18ാം ദിവസത്തിലേക്ക് കടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിനെതിരെ വീണ്ടും നടപടികളുമായി പോലീസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്ക് കൂടി പോലീസ് നോട്ടീസ് അയച്ചു. ഗതാഗത തടസ്സമുണ്ടാക്കി അന്യായമായി സംഘം ചേർന്ന് നടത്തുന്ന സമരം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്താമെന്ന് കരുതുന്നത് പിണറായി സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി തയ്യാറായാൽ അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന സമരമാണ് ധാർഷ്ട്യം കാരണം കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ജനദ്രോഹ സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ സമയമായി എന്നും ചെന്നിത്തല പറഞ്ഞു. സമരം ചെയ്തതിന്റെ പേരിൽ ആരെയും പിരിച്ചുവിടാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം ആദ്യം ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുകയാണ് വേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. ആശാ വർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം നിലപാടെടുത്തു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി നടൻ സലീം കുമാർ. സമരത്തിൽ അന്യായമായി ഒന്നുമില്ലെന്നും ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്നും സലീം കുമാർ പറഞ്ഞു. സർക്കാർ സമരത്തെ നിരന്തരമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സലീം കുമാറിന്റെ പ്രതികരണം. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ ഖേദം പ്രകടിപ്പിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ വൈകുന്നത് ദുരന്തബാധിതരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയാണെന്നും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് നിരീക്ഷിച്ചു. KPCC അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഹൈക്കമാൻഡിന്റെ എന്ത് തീരുമാനവും അനുസരിക്കുമെന്നും മാറ്റിയാൽ എന്താണ് കുഴപ്പമെന്നും ഹൈക്കമാൻഡിന് മാറ്റണമെന്നാണെങ്കിൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു. തനിക്കൊരു പരാതിയുമില്ലെന്നും താൻ തൃപ്തനാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. പോഡ്കാസ്റ്റിലെ നിലപാടിലുറച്ച് ശശി തരൂർ. 15 ദിവസങ്ങൾക്കുള്ളിൽ നിലപാട് മാറില്ലെന്നും എന്നാൽ ഒരിക്കൽ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ലെന്നും പോഡ്കാസ്റ്റ് കേൾക്കാതെയാണ് പലരും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും ശശി തരൂർ പറഞ്ഞു. താൻ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കുന്നതാണ് ധൈര്യമെന്നും ഭൂരിപക്ഷമല്ല എപ്പോഴും ശരിയെന്നും ശശി തരൂർ പറഞ്ഞു. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും അദ്ദേഹം UDFന്റെ നല്ല പ്രചാരകനെന്നും പാണക്കാട് സാദിഖലി തങ്ങൾ. തരൂരിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നും ക്രൌഡ് പുള്ളറായ രാഷ്ട്രീയ നേതാവാണ് തരൂരെന്നും മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി വെക്കണമെന്നും തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമില്ലെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു. സമസ്തയ്ക്കെതിരെ ഒന്നുമുണ്ടാവില്ലെന്നും ആശാപ്രവർത്തകർക്ക് സർക്കാർ നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വാഹൻ പോർട്ടൽ സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായതായി MVD. ഇതിനാൽ ഫെബ്രുവരി 22 മുതൽ 27 വരെയുള്ള കാലയളവിൽ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ച വാഹനങ്ങളുടെ മേൽ പിഴ ചുമത്തുന്നത് ഒഴിവാക്കുമെന്നും MVD അറിയിച്ചു. സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച ഇന്റർനെറ്റ് ഒരുക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കെ-ഫോൺ പദ്ധതി ഇന്റർനെറ്റ് സേവനത്തിനൊപ്പം വാല്യൂ ആഡഡ് സർവീസുകൾ കൂടി നൽകി വിപുലീകരണത്തിലേക്ക്. OTT പ്ലാറ്റ്ഫോം സേവനങ്ങൾ ഏപ്രിലോടെ യാഥാർത്ഥ്യമാക്കുമെന്ന് കെ-ഫോൺ അധികൃതർ അറിയിച്ചു.
ഇൻവെസ്റ്റ് കേരളയിൽ പങ്കെടുത്ത കേരളത്തെ പ്രശംസിച്ചുള്ള കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിയുടെ പ്രസംഗത്തിലെ സന്തോഷം പങ്കുവച്ച് വ്യവസായ മന്ത്രി പി രാജീവ്. ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഗേറ്റ് വേ കേരളമാണെന്നാണ് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് സഹമന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞത്. ജയന്ത് ചൌധരിയുടെ വാക്കുകൾ ഓരോ മലയാളിക്കും ഈ നാടിനുമുള്ള അംഗീകാരമാണെന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് പി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം. പ്രതിയായ അഫാന്റെ മാതാവ് ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി. ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിലെത്തിയതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയെന്ന് റിപ്പോർട്ടുകൾ. കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്തതിനാലാണ് പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും മുത്തശ്ശിയെയും കൊല്ലാൻ തീരുമാനിച്ചതെന്നും മൊഴിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിന് ആശ്വാസമായി ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെ സംസ്ഥാനത്ത് വേനൽമഴ എത്തുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതുപ്രകാരം ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൌരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. അസംഘടിത മേഖലയിലുള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത്. 10ാം ക്ലാസ്സിൽ 2 ബോർഡ് പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ മറ്റൊരു അവസരം നൽകാനാണെന്ന് CBSE ചെയർപേഴ്സൺ രാഹുൽ സിംഗ്. ഇതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് 1 തവണയോ 2 തവണയോ പരീക്ഷ എഴുതാമെന്നും 2 തവണയും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചാലും വീണ്ടും എഴുതാൻ ആഗ്രഹിക്കാത്ത പേപ്പറുകൾ ഒഴിവാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBSE സ്കൂളുകളുടെ അഫിലിയേഷൻ നിബന്ധനകളിൽ ഇളവ്. ഒരേ പേരും അഫിലിയേഷൻ നമ്പറും ഉപയോഗിച്ച് സ്കൂളുകളുടെ ശാഖകൾ തുടങ്ങാൻ അനുമതി നൽകിയതാണ് പ്രധാന പരിഷ്കരണം. ഒരേ പേരും അഫിലിയേഷൻ നമ്പറും ഉപയോഗിക്കാമെങ്കിലും ഇങ്ങനെ തുടങ്ങുന്ന സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും പ്രത്യേകമായി തന്നെ ഉണ്ടായിരിക്കണമെന്നതാണ് പ്രധാന നിബന്ധന. ദില്ലി സാകേത് സെലക്ട് സിറ്റി മാളിൽ തിയേറ്ററിൽ തീപിടുത്തം. PVR തിയേറ്ററിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചതോടെ തീ നിയന്ത്രണ വിധേയമായി. ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ഷോ നടക്കുന്നതിനിടെയാണ് തിയേറ്ററിലെ സ്ക്രീനിൽ തീപിടുത്തം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ 23 കോടിയുടെ ക്രിപ്റ്റോ കറൻസി കണ്ടുകെട്ടി CBI. ദില്ലി, പൂനെ, മുംബൈ ഉൾപ്പെടെ 60 സ്ഥലങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഡിജിറ്റൽ കറൻസികൾ പിടികൂടിയത്. ക്രിപ്റ്റോ കറൻസികൾക്ക് പുറമെ ഡിജിറ്റൽ രേഖകളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. ബിറ്റ്കോയിൻ നിക്ഷേപ തട്ടിപ്പായ ഗയൻ ബിറ്റ്കോയിൻ കേസുകളുമായി ബന്ധപ്പെട്ടാണ് CBI പരിശോധന നടത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്നതടക്കം CBI പരിശോധിച്ചു വരികയാണ്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കണമെന്ന ഹർജിക്കെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമാണെന്നും കോടതിയുടെ പരിധിയിൽ വിഷയം വരില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്കെന്ന അഭ്യൂഹം തള്ളി ആം ആദ്മി പാർട്ടി. ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ രാജ്യസഭാ MP സഞ്ജീവ് അറോറയെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് അഭ്യൂഹം ശക്തമായത്. കെജ്രിവാൾ പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിൽ എത്തണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ നേതൃത്വം ഇത് തള്ളിയതായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിലെ സൌത്ത് ഏഷ്യൻ സർവകലാശാലയിൽ വിദ്യാർത്ഥി സംഘർഷം. കോളേജ് മെസ്സിൽ മാംസാഹാരം നൽകിയത് ABVP പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്ന് SFI ആരോപിച്ചു. ശിവരാത്രി ദിനത്തിൽ മാംസാഹാരം നൽകാൻ പാടില്ലെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു.
മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് നടന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്കിടെ ഭക്ഷണപാത്രത്തിന് വേണ്ടി പൊരിഞ്ഞ അടി. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ വീഡിയോകൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടു. ഉച്ചഭക്ഷണത്തിനായി എത്തിയ പ്രതിനിധികൾ ഭക്ഷണപാത്രങ്ങൾ സ്വന്തമാക്കുന്നതിനായി തിക്കും തിരക്കും കൂട്ടുന്നതും ഇതിനിടെ പ്ലേറ്റുകൾ താഴെ വീണ് പൊട്ടിത്തെറിക്കുന്നതും വീഡിയോയിൽ കാണാം. മധ്യപ്രദേശ് നിക്ഷേപ ഉച്ചകോടിയുടെ 8ാമത് പതിപ്പിന്റെ 2ാം ദിവസമാണ് അസാധാരണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം നേടാനുള്ള താൽപര്യം യുക്രൈൻ മറക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി നാളെ US സന്ദർശിക്കാനിരിക്കെയാണ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും ട്രംപ് പറഞ്ഞു. പ്രതിരോധ ചെലവ് കുത്തനെ കുറയ്ക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം സ്വാഗതം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് പാതിയായി കുറയ്ക്കണമെന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. സുഡാനിലെ ഖാർത്തുമിൽ സൈനിക വിമാനം തകർന്നു വീണ് 46 പേർ കൊല്ലപ്പെട്ടു. ഖാർത്തുമിലെ ഓംദുർമൻ നഗരത്തിന് സമീപമുള്ള സൈനിക വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. അപകടത്തിൽ സൈനികർക്ക് പുറമെ സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. രഞ്ജി ട്രോഫി ഫൈനലിൽ തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം വിദർഭ കേരളത്തിനെതിരെ പിടിമുറുക്കുന്നു. 1ാം ദിനം അവസാനിക്കുമ്പോൾ വിദർഭ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 254 റൺസ് എടുത്തിട്ടുണ്ട്. പുറത്താകാതെ 138 റൺസ് എടുത്ത ഡാനിഷ് മലേവറുടെയും 86 റൺസ് എടുത്ത മലയാളി താരം കരുൺ നായരുടെയും പ്രകടനങ്ങളാണ് വിദർഭയ്ക്ക് കരുത്തായത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇംഗ്ലണ്ട് പുറത്ത്. ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനോട് 8 റൺസിന് തോറ്റതോടെയാണ് ഇംഗ്ലണ്ട് പുറത്തായത്. ടോസ് നേടി ബാറ്റിംഗിനെത്തിയ അഫ്ഗാൻ 177 റൺസ് എടുത്ത ഇബ്രാഹിം സദ്രാന്റെ ഇന്നിംഗ്സിന്റെ കരുത്തിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 325 റൺസ് എടുത്തു. കൂറ്റൻ വിജയ ലക്ഷ്യമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് 120 റൺസ് നേടിയ ജോ റൂട്ടിന്റെ ഇന്നിംഗ്സിന്റെ ബലത്തിൽ പൊരുതിയെങ്കിലും 49.5 ഓവറിൽ 317-ന് എല്ലാവരും പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.